ഇവിടെ നിലവിൽ ഇവിടെ മറ്റത്തൂർ പഞ്ചായത്ത് ഒരു LDFന്റെ കോട്ട എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് LDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കാത്തതിൻ്റെ ഒരു ഭരണ സംവിധാനത്തിനെതിരെയാണ് ഈ പ്രാവശ്യം എല്ലാവരും UDFനോടൊപ്പം നിൽക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പ്രതീക്ഷിച്ചത് ഒരു 13-14 സീറ്റ് UDFന് കിട്ടും എന്ന് തന്നെയാണ് നമ്മളിവിടെ പ്രതീക്ഷിച്ചത്. അങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇവിടെ നമ്മൾ തിരഞ്ഞെടുപ്പിന് നേരിട്ടതും അതുപോലെ തന്നെ 10ലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായതും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതൃത്വം, നമ്മുടെ UDFന്റെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇവിടെ ഒരു സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി. അത് പരിഹരിക്കുന്നതിൽ വലിയ പരാജയം നേരിട്ടതുകൊണ്ടാണ് കഴിവുള്ളവരെ നമ്മൾ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തി നമ്മുടെ UDFനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് തയ്യാറായത്. അങ്ങനെ 2 സ്വതന്ത്രരും നമ്മുടെ കൂടെ വന്നപ്പോഴാണ് നമ്മളിവിടെ 10 സീറ്റിലേക്ക് UDF വന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ന് ഏറ്റവും സീനിയറായ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഔസേപ്പേട്ടനാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് നമ്മളെല്ലാവരും തീരുമാനിച്ച് ഇന്ന് രാവിലെ വരെ ഞങ്ങളങ്ങനെ അദ്ദേഹത്തിനെയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അവസാന സമയത്ത് എന്തൊക്കെയോ ഓഫറിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, അദ്ദേഹം നമ്മുടെ UDFന്റെ നമ്മുടെ കൂടെ നിന്ന് മാറി LDFന്റെ ഭാഗമായിട്ട് ഏകദേശം അദ്ദേഹം ചിന്തിച്ചത് 11 പേര് അവിടെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 5 വർഷവും പ്രസിഡന്റായിട്ട് നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം നമ്മുടെ കൂടെ നിന്ന് UDFന്റെ കൂടെ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും UDF തീരുമാനിച്ചത്. അവസാന സമയത്താണ് നമ്മൾ ടെസി ചേച്ചിയിലേക്ക് എത്തിയത്. ടെസി ചേച്ചിയെ, സ്വതന്ത്രയായ ടെസി ചേച്ചിക്ക് UDF പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. നമ്മൾ രാജിവെക്കേണ്ട സാഹചര്യം ഇന്ന് അതൊരു വികാരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 13 സീറ്റിലേക്ക് എത്തും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥലത്താണ് നേതൃത്വം ഇടപെടുന്നതിൻ്റെ പോരായ്മ കൊണ്ട് ഇവിടെ ഈ രാജിയിലേക്ക് ഇന്ന് കാലത്ത് ഞങ്ങളെല്ലാവരും ഈ വലിയ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് UDFന്റെ മെമ്പർമാർ. നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവിടുന്ന് DCC മുതൽ താഴോട്ട് ഉള്ള നേതൃത്വം, നമ്മളിവിടെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള നേതൃത്വം മുഴുവൻ ആവശ്യപ്പെട്ടതാണ്. ഇവിടെ അദ്ദേഹത്തിന് അനുനയിപ്പിക്കുന്നത് മാത്രമല്ല, ഇവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സമയത്ത് മുതൽ കഴിവുള്ളവരെ ഇവിടെ UDFന്റെ നമ്മുടെ പ്രാദേശികമായിട്ട് ജനങ്ങൾ അവരെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഒരു തെറ്റായ രീതിയിൽ അവിടെ നിന്ന് കെട്ടിയിറക്കുന്ന രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാത്തവരെ പോലും സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് അതെ, എല്ലാവരും കോൺഗ്രസിന്റെ നമ്മളിന്ന് രാവിലെ വരെ നമ്മളെല്ലാവരും പറഞ്ഞതാണ്, നമ്മൾ മറ്റൊരു കക്ഷിയുടെയും ഒരു പിന്തുണ നമുക്ക് വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഞാനടക്കമുള്ള UDF അംഗങ്ങൾ നിന്നത്. ഇന്ന് ഈ UDFന് ഇതിപ്പോ BJPയുടെ പിന്തുണ ലഭിക്കുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വന്നപ്പോൾ ഒരു സ്വതന്ത്രൻ നമ്മുടെ കാലുമാറി അപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നമ്മളിവിടെ നമ്മുടെ കൂടെ നിന്ന UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നമ്മൾ പിന്തുണച്ചു. നമ്മളെല്ലാവരും മാത്രം വോട്ട് ചെയ്യിപ്പിക്കാൻ. അതെ, നമ്മുടെ ഇവിടെ പ്രഖ്യാപിച്ച് UDFന്റെ കൂടെ നിന്ന ഒരാളാണ് ഔസേപ്പേട്ടൻ. സംബന്ധിച്ചിടത്തോളം ഔസേപ്പേട്ടനും UDFന്റെ കൂടെ ഇന്നലെ വൈകിട്ട് വരെ അദ്ദേഹം ആവശ്യപ്പെട്ട DCC എന്നുള്ള ഒരു ലെറ്ററാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തെ തിരിച്ചെടുത്തു എന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ ആവശ്യപ്പെട്ടു. അത് നൽകിയിട്ട് പോലും അദ്ദേഹം ഇന്ന് രാവിലെ അത് നൽകാൻ പറഞ്ഞാലും ഇത് ഫലത്തിൽ BJPയും കോൺഗ്രസിന്റെ വിജയിച്ചു വന്ന കൗൺസിലർമാരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിമതയെ ജയിപ്പിച്ചു. BJP കോൺഗ്രസ് ബന്ധം തന്നെയല്ലേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും? അല്ല, അതിലിപ്പോ ചാനലിൽ എന്തൊക്കെ നിങ്ങൾ ഇതിന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളൊരു സഖ്യകക്ഷി, അതായത് ഇവിടെയുള്ള BJPയുടെയോ CPMയോ പിന്തുണ വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തുന്നവരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ തീരുമാനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ, നമ്മൾക്ക് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ 8 പേരുടെ, ഞങ്ങളുടെ ഈ 9 പേരുടെ വോട്ട് നമുക്ക് എവിടെയും പോകാതെ കിട്ടണം എന്നുള്ള BJP എതിർക്കുന്ന കോൺഗ്രസ്സുകാരെ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതാണല്ലോ കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോ രാജിവെച്ചാലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ അല്ലാതാകുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്രയ്ക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിട്ടുള്ളത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ആ സ്വതന്ത്ര നമുക്ക് UDFന്റെ ഭാഗമായിട്ടാണ്. അതെ, ഇപ്പൊ ഔസേപ്പേട്ടനും ഞങ്ങളുടെ ഭാഗമായിരുന്നു. KR ഔസേപ്പേട്ടനും UDFന്റെ ഭാഗമായിട്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, KR ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തിയും ഞങ്ങളുടെ മുൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് കോൺഗ്രസിനോട് ചേർന്നിരുന്ന ആളാണ്. അപ്പൊ പ്രസിഡന്റ് ഉൾപ്പെടെ BJPയുമായിട്ട് ഒരു തരത്തിലുള്ള സഖ്യത്തിനും കോൺഗ്രസ് ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആ നിലപാട് നിലനിർത്തി നിങ്ങൾ രാജി സമർപ്പിച്ച് സ്വാഭാവികമായിട്ട് അതിനെ മറികടക്കാൻ പാകത്തുള്ള ഒരു ഫ്രെയിം മാത്രം ചെയ്യുന്നല്ല ആക്ച്വലി. അല്ല, അത് നമുക്കറിയാലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UDFന്റെ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരാളെ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ UDF ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
ആ ഒരു തീരുമാനത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെയും വോട്ട് മറ്റുള്ളവർ ചെയ്യണം എന്നുള്ളൊരു ഒരു ആവശ്യമോ അഭ്യർത്ഥനയോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ച നിലപാടിൽ BJP അടക്കമുള്ളവരുടെ പിന്തുണ നമുക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു നിന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അത് എന്താണെന്ന് പറയുന്നത് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് അതിലേക്ക് കടന്നു പോകുന്നത്. DCC നേതൃത്വം ഇന്നലെ ഔസേപ്പേട്ടനെ ഈ വിഷയത്തിന് ശേഷം വിളിച്ചിട്ട് കോൾ ചെയ്തിട്ടില്ല. ഇന്നലെ DCC നേതൃത്വം ഔസേപ്പേട്ടനെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ തിരിച്ചെടുത്തു എന്നുള്ള ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം അയോഗ്യനായിരുന്നു, തിരിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് കോൺഗ്രസുമായിട്ടുള്ള അത് പാർട്ടിയുമായി ചർച്ച ചെയ്തതിനു ശേഷം ഉള്ള തീരുമാനത്തിലേക്ക് എത്തുക.